ചില മൊമെന്റ്സ് ഉണ്ടല്ലേ, വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, വലിയ നോയ്സ് ഒന്നും വേണ്ട, പക്ഷെങ്കിൽ നമ്മളെ മനസ്സിൽ ഫോർ എവർ നിലനിൽക്കുന്ന ചില ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് പറയാനാണ് ഇന്ന് ഈ വ്ലോഗ് ചെയ്യുന്നത്. അതായത് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് സ്റ്റോറി. ആക്ച്വലി ഞങ്ങളെ മാരേജ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗ്രാൻഡ് വെഡ്ഡിംഗ് എന്ന് പറയുന്ന ഐഡിയ അത്ര കണക്റ്റ് ആയിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഒരു രജിസ്റ്റർ മാരേജ് മതി എന്നുള്ളത് ആദ്യം തന്നെ ഞങ്ങളെടുത്തൊരു തീരുമാനം. സ്വന്തം ഐഡിയയാണ്. ഞങ്ങള് നിയമാനുസൃത ഭാര്യ ഭർത്താക്കന്മാരായി രജിസ്റ്റർ ചെയ്യുകയാണ്. സന്തോഷം. പിന്നെന്താ നിങ്ങളുടെ പ്രതീക്ഷകൾ? നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് പോകും. ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും സിമ്പിളായിട്ടോ, നിനക്ക് സ്വർണ്ണമൊന്നും വേണ്ടേ, പിന്നെ ഒരു കാലം വരുമ്പോൾ റിഗ്രറ്റ് തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ അപ്പോഴൊക്കെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പെൺകുട്ടികളോടും എനിക്ക് പറയാറുള്ളത്, നമ്മൾ അച്ഛനും അമ്മയും ഒരിക്കലും കട എടുത്തിട്ടാവരുത് നമ്മളെ വിവാഹം ചെയ്തു തരേണ്ടത്. ശരിക്കും നമ്മൾ കല്യാണം കഴിച്ച് ഒരു ഹാപ്പി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്, അവരെടുത്ത കടം വീട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ബാക്കി ലൈഫും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടി ജീവിക്കുകയാണല്ലേ. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് ഓർക്കുന്ന സമയത്ത്. അങ്ങനെയൊരു കടത്തിലേക്ക് നമ്മളെ പാരൻസിനെ വിടാതിരിക്കുക. അവർ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ വലിയ ആർഭാടത്തോടെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി അവരാഗ്രഹിക്കുന്നത് നമ്മളെ മകള് അല്ലെങ്കിൽ നമ്മളെ മോൻ നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും. ആർഭാടത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഒരു രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസ്, കുറച്ച് സിഗ്നേച്ചേഴ്സ്, നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യർ, ഇത്ര ആൾക്കാർ മതി ശരിക്കും ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റട്ടെ എന്ന് കൂടെ ഞാൻ